പത്രോസിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, എൻ്റെ കാല് കഴുകാനൊക്കത്തില്ല. അയ്യോ, അങ്ങ് ആരാണ്? അങ്ങ് ദൈവപുത്രനാണെന്ന് ഞാനല്ലയോ മത്തായി 16 പറഞ്ഞത്? അങ്ങ് ദൈവത്തിൻ്റെ പുത്രനാണ്, അങ്ങാണ് മെഷിയ. പറഞ്ഞു, ഞാൻ നിൻ്റെ കാല് കഴുകിയില്ലെങ്കിൽ നീ എൻ്റെ കൂടെ സ്വർഗത്തിൽ വരത്തില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, എൻ്റെ കാൽ, 9-ാമത്തെ വാക്യം, എൻ്റെ കാൽ മാത്രമല്ല എൻ്റെ കൈയും തലയും കൂടി കഴുകണമേ. എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കാല് കഴുകിയാട്ടെ, എൻ്റെ നടപ്പ് കഴുകിയാട്ടെ. നമ്മുടെ നടപ്പ് വിശുദ്ധിയുടേതായിരിക്കണം. വേദപുസ്തകം കൊണ്ട് നടന്നാൽ പോരാ, പാസ്റ്ററായിരുന്നാൽ പോരാ, സുവിശേഷ പ്രസംഗനായിരുന്നാൽ പോരാ. നമ്മുടെ കാലിൻ്റെ നടപ്പ് വൃത്തിയുള്ളതായിരിക്കട്ടെ. എൻ്റെ കൈ കൂടെ കഴുകണം. എൻ്റെ പ്രവർത്തനം നീ ഒന്ന് കഴുകണമേ. ഞാൻ എഴുതുന്ന എഴുത്ത് നീ ഒന്ന് കഴുകണമേ. എൻ്റെ കർത്താവേ, എൻ്റെ തലയൂടെ കഴുകിയാട്ടെ. തലയിൽ എന്തൊക്കെയുണ്ട്? അവൻ്റെ കണ്ണുകൾ കഴുകണമേ, എൻ്റെ ചെവി കഴുകണമേ, എൻ്റെ വാ കഴുകണമേ, എൻ്റെ തലച്ചോറിനെ കഴുകണമേ. എന്നെ മൊത്തമായിട്ടൊന്ന് ശുദ്ധീകരിച്ചു. അതാണ് അവർ പറഞ്ഞത്, പത്രോസ് പറഞ്ഞത്. കൈയും തലയും അല്ല അവിടുത്തെ വിഷയം. നമ്മളും കർത്താവിനോട് കൂടെ പ്രാർത്ഥിക്കണം. എൻ്റെ കാല് കഴുകിയാട്ടെ, എൻ്റെ കൈ കഴുകിയാട്ടെ, എൻ്റെ തലയൂടെ കഴുകിയാട്ടെ. ആ വെള്ളം എൻ്റെ ഹൃദയത്തിനകത്തൂടെ താഴോട്ട് പോകട്ടെ. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം കഴുകി എന്നിലെ അശുദ്ധി നീങ്ങിപ്പോകട്ടെ. എൻ്റെ നടപ്പ് വൃത്തിയാകട്ടെ, എൻ്റെ പ്രവൃത്തി നന്നാവട്ടെ, എൻ്റെ നോട്ടം നന്നാവട്ടെ. കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ തലയെ കഴുകണമേ. ഞാൻ ഫോൺ എടുക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുകളെ കഴുകണമേ. എൻ്റെ ചെവി, ഞാൻ കേൾക്കുന്ന ഫലിതങ്ങൾ ദൈവമേ അശുദ്ധിയുടേതായിരിക്കാൻ പാടില്ല. എൻ്റെ വായിൽ നിന്ന് വരുന്ന ഫലിതം, എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത്, എൻ്റെ അപ്പനമ്മയോട് സംസാരിക്കുന്നത്, എൻ്റെ പാസ്റ്ററോട് സംസാരിക്കുന്നത്, എൻ്റെ അയൽക്കാരോട് സംസാരിക്കുന്നത്, എൻ്റെ കൂട്ടുവേലക്കാരോട് സംസാരിക്കുന്ന ജോലി ചെയ്യുന്നിടത്ത് നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നോട്ടം, നമ്മുടെ വായന, നമ്മുടെ കേൾവി, നമ്മുടെ ചിന്തയെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടാൽ